ഒരു വലിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ചെറിയ വീട്ടിൽ ഒരു അമ്മയും മോളും താമസിച്ചിരുന്നു. ഒരു ദിവസം ആ അമ്മ മോളോട് പറഞ്ഞു, മോളെ, എന്റെ മരുന്ന് തീരാറായി, മരുന്നിന് 1000 രൂപയാകും, എന്റെ കയ്യിൽ അത്രയും രൂപയൊന്നുമില്ല, നീ എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരുമോ എന്ന്. അപ്പോൾ ആ മോൾ പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, ഞാൻ എങ്ങനേലും കാശുണ്ടാക്കി അമ്മയ്ക്ക് മരുന്ന് വാങ്ങി തരും എന്ന് പറഞ്ഞ് അവൾ വീടിന് പുറത്തേക്ക് കരഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൾ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ പൈസയുണ്ടാക്കി എന്റെ അമ്മയ്ക്ക് മരുന്നു വാങ്ങിക്കൊടുക്കണം എന്ന്. പോകുന്ന വഴിക്കാണ് അവൾ ഒരു ആൾക്കൂട്ടം കണ്ടത്. അങ്ങനെ അവളും അവിടെ ചെന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ 2 ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് മുതിർന്നവരുടെ തുന്നൽ മത്സരം നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 2026 ഏപ്രിൽ 18 വ്യാഴാഴ്ച തന്നെ എത്തിച്ചേരണം. വിജയിക്ക് 2000 രൂപ ക്യാഷ് പ്രൈസ് അതിലെഴുതിയിട്ടുണ്ട്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാതെ ഓടി ഗ്രാമത്തിലുള്ള ഒരു തുന്നൽ പഠിപ്പിക്കുന്ന കടയിൽ എത്തി. അവൾ ആ ചേച്ചിയോട് തുന്നൽ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. സ്നേഹപൂർവ്വം അവിടെ ഞാൻ തന്നിൽ പഠിപ്പിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് അവളെ കടയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആദ്യം തുന്നൽ പഠിക്കാൻ വേണ്ട സാമഗ്രികൾ പറഞ്ഞു കൊടുത്തു. പിന്നെ തുന്നൽ പഠിക്കാനും അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവളെ നന്നായി തുന്നൽ പഠിപ്പിച്ചു. അവൾ വൈകുന്നേരം 6 മണിയായപ്പോൾ തന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങി. ആ ചേച്ചിയോട് കടയിൽ നിന്നിറങ്ങുമ്പോൾ ആ ചേച്ചിയോട് അവൾ 1000 നന്ദി പറഞ്ഞു. അപ്പോൾ ചേച്ചി അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ അവൾ അവളുടെ അമ്മയോട് നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അമ്മയും അവളും വളരെ സന്തോഷത്തിലായി. എന്നിട്ട് അവർ കുറച്ചു സമയം പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു രാത്രി 8 മണി 9 മണിയായപ്പോൾ തന്നെ അവളുടെ അമ്മ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അവളും അമ്മയോടൊപ്പം ഉറങ്ങാൻ കിട്ടുന്നില്ല. പകരം അവൾ അവളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന തുന്നൽ മത്സരത്തിനായി സൂചിയും നൂലുമെടുത്ത് അവൾ പരിശീലിച്ചു. അന്ന് രാത്രി മുഴുവൻ അവൾ ഇരുന്നു പരിശീലിക്കുകയായിരുന്നു. അങ്ങനെ അവൾ രാത്രി മുഴുവൻ ഇരുന്ന് പരിശീലിച്ച് രാവിലെ നേരത്തെ 5 മണിക്ക് തന്നെ അവൾ പുലർച്ചെ എഴുന്നേറ്റ് അവൾ തുന്നൽ പരിശീലിക്കാനായി കടയിലേക്ക് പോയി. അവൾ തുന്നൽ പഠിക്കാനായി പോകുമ്പോൾ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവൾ കടയിൽ എത്തി. ഇന്നും കടയിൽ നിന്ന് തുന്നൽ പറ്റിച്ചു. അവളോട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അത് കേട്ട് അവൾ താങ്ക് യു എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയി ഇന്നും അമ്മയോട് സംസാരിച്ചു. അങ്ങനെ തുന്നൽ ദിവസം എത്തി. അവൾ നേരത്തെ തന്നെ ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അവൾ അവളുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് നന്നായി പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങി നേരെ അവൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തി. അങ്ങനെ അവൾ ഗ്രാമപഞ്ചായത്ത് ഹാളിന്റെ ഉള്ളിൽ കയറി. അവൾ തുന്നൽ മത്സരം രജിസ്റ്റർ കൗണ്ടറിൽ നിന്ന് അവൾ തുന്നൽ മത്സരത്തിനായി രജിസ്റ്റർ ചെയ്തു. അവൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറെ തുന്നൽ മത്സരത്തിനായി വന്ന സ്ത്രീകൾ അവളെ കളിയാക്കി. അവർക്കപ്പോൾ വിഷമം വന്നു കരഞ്ഞു. അങ്ങനെ തുന്നൽ മത്സരം തുടങ്ങി. ഓരോരുത്തരായി തുന്നാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും തുന്നിക്കഴിഞ്ഞു. ഈ കഥയിലെ നായിക തുന്നിയത് ഒരു കേരള വസ്ത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം മോഡൽ വസ്ത്രങ്ങളാണ് തുന്നിയത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വിജയിയെ പ്രഖ്യാപിച്ചു. തുന്നൽ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ കഥയിലെ നായികയ്ക്ക് തന്നെയാണ്. ഇത് കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർ വന്നിരുന്നു. ഇത് കേട്ട മറ്റ് അവളെ കളിയാക്കിയ സ്ത്രീകൾ അവളോട് വന്ന് ക്ഷമ പറഞ്ഞു. അത് കേട്ട് അവൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്ത് അവൾ വളരെ സന്തോഷത്തോടെ ആദ്യം അവൾ ചെന്നത് അവളെ തുന്നൽ പഠിപ്പിച്ച് ചേച്ചിയുടെ അടുത്തേക്കാണ്. അവൾ ആ ചേച്ചിക്ക് 2000 രൂപയിൽ നിന്ന് അതിന്റെ പകുതി ആ ചേച്ചിക്കും നൽകി. എന്നിട്ട് ആ ചേച്ചിയോട് ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ആ ചേച്ചി കുറച്ച് പകുതിയെടുത്ത് ഇത് നിനക്കാണ്, എനിക്ക് ഇത്രയും മതി, നീ ഇത് പരിശ്രമിച്ചു ഉണ്ടാക്കിയതാണ് എന്നു പറഞ്ഞു. അങ്ങനെ അവൾ പോകുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും പിന്നെ അവളുടെ അമ്മയ്ക്കായി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകളും വാങ്ങി. അങ്ങനെ അവൾ വീട്ടിലെത്തി. അവൾ തുന്നൽ മത്സരത്തിൽ വിജയിച്ച കാര്യവും നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അമ്മയോട് പറഞ്ഞു. അമ്മയും അവളും വളരെ സന്തോഷത്തിലായി. പിന്നെ അവൾ കടയിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റ് 2 പേരും കൂടി ഇരുന്ന് കഴിച്ചു. അവളുടെ അമ്മ അവളുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ അവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങാൻ കിടന്നു. 2 പേരും നല്ല സുഖമായി കിടന്നു. ഇന്നാണ് അവൾ നല്ല സുഖമായി കിടന്നുറങ്ങുന്നത്. അങ്ങനെ രാവിലെ അവളുടെ അമ്മ എണീക്കുന്നത് മുന്നേ തന്നെ അവൾ എഴുന്നേറ്റ് അങ്ങനെ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ വന്നത്. ആ ആളുകൾ ഇവളോടുമായി സംസാരിച്ചു. അവർ ഇവളോട് പറഞ്ഞത്, എനിക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു
ഫ്രോക്ക് തയ്ച്ചു തരുമോ എന്നാണ്. അങ്ങനെ അവൾ അപ്പോൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഫ്രോക്ക് തയ്ച്ചു തരാലോ പറഞ്ഞ് അവൾ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നാൻ തുടങ്ങി. അവൾ തുന്നിയ ഫ്രോക്ക് അവർക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായി. അവർ അത് കണ്ട് അന്തം വിട്ടുപോയി. അങ്ങനെ അവിടെ അവർ അവൾക്ക് ഈ ഡ്രസ്സ് തുന്നിയതിനുള്ള കാശും കൊടുത്ത് അവർ മടങ്ങി. ഒരു ദിവസം അവൾക്കൊരു ചിന്ത തോന്നി. എന്നും ഇങ്ങനെ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നാൻ നല്ല പാടാണ്. അതുകൊണ്ട് ഇനി ഒരു പുതിയ തുന്നൽ മെഷീൻ വാങ്ങാം എന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ അവളെ തുന്നൽ പഠിപ്പിച്ച ചേച്ചിയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചേച്ചി അവളെയും കൂട്ടി ഗ്രാമത്തിലേക്ക് നടന്നു. അങ്ങനെ അവർ ഒരു തുന്നൽ മെഷീൻ ലഭിക്കുന്ന കട കണ്ടു. അങ്ങനെ അവർ കടയിൽ കയറി തുന്നൽ മെഷീൻ കുറെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. അതിൻ്റെ പൈസ ചേച്ചി തന്നെ കൊടുത്തു. അവൾ കുറെ നിർബന്ധിച്ചു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചേച്ചി അത് കേട്ടില്ല. അതിൻ്റെ പൈസ ചേച്ചി തന്നെ കൊടുത്തു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ഇങ്ങനെ അവൾ ചേച്ചിയോട് നന്ദി പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്കും ചേച്ചിയുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ അവൾ വീട്ടിലെത്തി അവൾ ഒരു മേശ വെച്ച് അതിൻ്റെ മുകളിൽ ആ തുന്നൽ മെഷീൻ ഫിറ്റ് ചെയ്തു. അങ്ങനെ അവൾ ആദ്യം ഒന്ന് ട്രയൽ തുന്നി നോക്കി. പിന്നെ കുറെ ആളുകൾ വന്നു. അങ്ങനെ എല്ലാവർക്കും അവൾ തുന്നൽ മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തു. എല്ലാവർക്കും തുന്നിയത് വളരെ ഇഷ്ടമായി. അവൾക്കും നല്ല സന്തോഷമായി. അങ്ങനെ അവൾക്ക് കുറെ പൈസ കിട്ടി. ഇപ്പോൾ അവളുടെ കയ്യിൽ 2000-നേക്കാൾ കുറെ പൈസയുണ്ടായിരുന്നു. അവൾക്ക് 1000 രൂപ പോലും എടുക്കാനുണ്ടായിരുന്ന കാലത്തേക്കാൾ ഇപ്പോൾ അവൾക്ക് കുറെ പൈസയുണ്ട്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഈ വീടിനുള്ളിൽ ഇരുന്ന് തുന്നുന്നത് നല്ല പാടായത് കൊണ്ട് തന്നെ അങ്ങനെ അവൾ പോയത് കുറെ എഞ്ചിനീയർമാരുടെ അടുത്തേക്കായിരുന്നു. അങ്ങനെ അവൾ എഞ്ചിനീയർമാരുടെ അടുത്ത് ചെന്ന് എനിക്ക് ഇതുപോലുള്ള ഒരു ഷോപ്പ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അവരോട് അവർ ഇവളോട് സ്നേഹപൂർവ്വം പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഞാൻ ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞ് അവർ ഷോപ്പിന്റെ പണി തുടങ്ങി. അങ്ങനെ 2-3 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു അടിപൊളി ഷോപ്പ് തന്നെയായി. അങ്ങനെ അവൾക്ക് ആ ഷോപ്പ് വളരെ ഇഷ്ടമായി. പിന്നെ എഞ്ചിനീയർമാർക്ക് പൈസയും കൊടുത്തു. പിന്നെ അവൾ ഒരു ഐഫോൺ വാങ്ങാനായി ഒരു ഐഫോൺ കടയിലേക്ക് പോയി. അവൾ കുറെ ഐഫോണുകൾ നോക്കി. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങി. അവൾ കടക്കാരന് പൈസയും കൊടുത്ത് അവൾ വീട്ടിലെത്തി. ആ ഐഫോൺ തുറന്ന് അവൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. അക്കൗണ്ടിൽ അവൾ അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടു. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വീഡിയോ വൈറലായിരുന്നു. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ അപ്പോൾ തന്നെ യൂട്യൂബിലും ഒരു അക്കൗണ്ട് തുടങ്ങി. യൂട്യൂബ് ചാനലിലും ഇപ്പോഴത്തെ വീഡിയോ ഇട്ടു. അതും വൈറലായി. അങ്ങനെ അവൾക്ക് വളരെ സന്തോഷമായി. പിന്നെ അവൾ ഗ്രാമത്തിലൂടെ നടന്ന് ഒരു കടയിൽ കയറി, ഒരു തുണിക്കടയിൽ കയറി അവൾ ഓരോരോ സാരികളായി നോക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ കുറേ സാരികൾ നോക്കി. അവസാനം 2 സാരികൾ വാങ്ങി. ആ 2 സാരികൾ ഒന്ന് അവളുടെ അമ്മയ്ക്കും ഒന്ന് അവൾക്കുമായിരുന്നു. അങ്ങനെ അവൾ സാരി വാങ്ങി. അങ്ങനെ അവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ അവളുടെ അമ്മയ്ക്ക് ഒരു സാരി കൊടുത്തു. അങ്ങനെ അവളും ഒരു സാരി ധരിച്ചു. രണ്ടാളും സാരി ധരിച്ചു. രണ്ടാൾക്കും സാരി നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ പിറ്റേ ദിവസം രാവിലെ കുറെ എഞ്ചിനീയർമാരെ കാണാൻ പോയി.
ഒരു വീടിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു. അവർ അവൾക്ക് ഒരു അടിപൊളി വീട് തന്നെ പണിതു കൊടുത്തു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവൾ ഒരു വലിയ പണക്കാരി ആയി. അവളുടെ കയ്യിൽ ഒരു 1000 രൂപ പോലും ഇല്ലാത്ത കാലത്തേക്കാൾ അവളുടെ കയ്യിൽ ഇപ്പോൾ ലക്ഷങ്ങൾ രൂപയുണ്ട്.